കാലത്തെ അതിജീവിച്ച് നിൽക്കുകയാണ് ഈ കെട്ടിടം. പ്രകൃതിയോടിണങ്ങിയുള്ള വീടിൻ്റെ ഉദാത്തമായ ഒരു മാതൃക. നിലനിൽപ്പിനായി ഇത്തരം വീടുകൾ ആശ്രയിക്കുന്നതും പ്രകൃതിയെ തന്നെ. പ്രകൃതി സൗഹാർദ്ദ വീടുകൾ എന്നിവയെ പറയാം. മരമായിരുന്നു മുഖ്യ നിർമ്മാണ വസ്തു. അതിനാൽ തന്നെ ഈർപ്പം വില്ലനായി മുന്നിലും പിന്നിലുമുണ്ടായിരുന്നു. എന്നാൽ അക്കാലത്ത് കല്ലുകൾ കൊണ്ടുള്ള അടിസ്ഥാനത്തിന് മുകളിൽ പോലും ആയിരുന്നില്ല ഈ മര ഉരുപ്പടികൾ വച്ചിരുന്നത്. അതേസമയം ചിതൽ പിടിക്കുകയോ അത്തരത്തിൽ സൂക്ഷ്മജീവികളുടെ ഉപദ്രവം ഉണ്ടാവുകയോ ചെയ്തിരുന്നില്ല എന്നതും അത്ഭുതം തന്നെ. അവയെ തടയുവാനുള്ള വിദ്യയും അവർക്ക് വശമായിരുന്നു. അതിനായി അവർ ഉപയോഗിച്ചിരുന്നത് പ്രധാനമായും സൂര്യപ്രകാശം തന്നെയായിരുന്നു. ചുറ്റോട് ചുറ്റും ലഭിച്ചിരുന്ന സൂര്യപ്രകാശം ഒരു പരിധിവരെ കെട്ടിടത്തെ സംരക്ഷിച്ച് നിർത്തിയിരുന്നു. നടുമുറ്റത്തു നിന്നും അതുപോലെ പ്രകാശം ആവശ്യത്തിന് ലഭിച്ചിരുന്നതിനാൽ വീടിന് അകത്തുനിന്നും പുറത്തുനിന്നുമുള്ള കീടശല്യത്തെ മാറ്റി നിർത്താൻ കഴിഞ്ഞു. പാരമ്പര്യ ഗൃഹനിർമ്മാണ ശൈലിയിൽ ഏറ്റവും അത്യാകർഷകമായ ഘടകം വീടിൻ്റെ മേൽക്കൂരകൾ തന്നെയാണ്. സദാസമയവും പ്രകൃതിയുമായി സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരിടമാണത്. മനുഷ്യ ശരീരത്തോട് ഉപമിച്ചാണ് വാസ്തുവിദ്യ ഗൃഹങ്ങളെ കണക്കാക്കുന്നത്. ഭിത്തികൾക്ക് മുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന ഉത്തരം തോളല്ലുകൾ പോലെയാണ്. ഇതിനു മുകളിലാണ് സങ്കീർണമായ ലോകം ആരംഭിക്കുന്നത്. ഓരോ ഗ്രഹത്തിൻ്റെയും ദർശനമനുസരിച്ച് മേൽക്കൂരയുടെ ചരിവ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പ്രകൃതിയോട് ഇഴകിച്ചേർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിക്കുകയാണ്. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും അടിക്കടിയുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളുമെല്ലാം മനുഷ്യനെ മാറി ചിന്തിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്വരഹിതമായ സമീപനമാണ് പല പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണമെന്ന തിരിച്ചറിവ് കൂടിയാണിത്. ഗൃഹാതുരത്വം തുളുമ്പുന്ന അന്തരീക്ഷത്തിൽ പ്രകൃതിയെ തെല്ലും നോവിക്കാതെ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുക. പ്രകൃതി സൗഹാർദ്ദമായി ജീവിക്കാൻ ആദ്യം വേണ്ടത് പ്രകൃതിയോടിണങ്ങുന്ന വീടുകളാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ ഇത്തരം വീടുകൾക്ക് ആവശ്യക്കാർ ഏറുകയാണ്. ഇങ്ങനെയൊക്കെ പ്രകൃതി സൗഹാർദ്ദമായി വീടുകൾ ഒരുക്കാം എന്നത് നൂറ്റാണ്ടുകൾക്ക് മുന്നേ പൂർവികർ നമുക്ക് കാട്ടിത്തന്നിരുന്നു. അതിൻ്റെ നേർസാക്ഷ്യം കൂടിയാണിത്.